Hi, Namaste, welcome back to my channel Vintage. ഏത് മാർക്കറ്റിലായിക്കോട്ടെ പെർഫെക്റ്റ് ആയിട്ടൊരു ബ്രേക്ക്ഔട്ട് ട്രേഡ് നമ്മുടെ സോഫ്റ്റ് വിൻറ്റേഡ് ഉപയോഗിച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സ്കാൽപ്പിങ്ങിൻ്റെ പെർഫോമൻസ് ആണ്. അതായത് 1 മിനിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, ഇതിനകത്ത് എങ്ങനെ അതായത് ആക്യുറേറ്റ് ട്രേഡ്, ഇപ്പോൾ ഒരു ട്രേഡിംഗ് സ്റ്റൈലിന് അടുത്ത ട്രേഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ലൈവായിട്ടുള്ള ക്രൂഡ് ഓയിലിൻ്റെ എക്സാമ്പിളും അതേപോലെ തന്നെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിലും വന്ന പെർഫോമൻസും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ മോർണിംഗ് സെക്ഷനിലും ഈവനിങ് സെക്ഷനിലും ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കും നമുക്ക് 1 മിനിറ്റിലൂടെ. അതേപോലെ 5 മിനിറ്റ്സും കൂടെ കമ്പയർ ചെയ്ത് ട്രേഡ് ചെയ്താൽ നമുക്ക് ഷോർട്ട് എടുക്കണോ ലോങ് എടുക്കണോ, നമുക്ക് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോർഷൻ ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ലൈവ് പെർഫോമൻസ്, അതായത് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 ഡേ ലൈവ് ട്രേഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ട്രേഡ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അതായത് ലൈവ് ട്രേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇപ്പം നടന്നുകൊണ്ടെങ്കിൽ ലൈവാണിത്. ഇപ്പം ഇത് ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ഡൗണിലാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരേ ഒരു സിഗ്നലേ നമുക്ക് തന്നിട്ടുള്ളൂ. സെല്ല് വന്ന 11 മണിക്കാണ് എൻട്രി പോയിന്റ്, ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടാർഗറ്റ് താഴെ 3 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എടുക്കുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് സെല്ല് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സെല്ലാണെങ്കിലും ബൈ ആണെങ്കിലും നമുക്ക് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇതിനകത്ത് സ്കാൽപ്പിങ്ങിൽ 5 മിനിറ്റ്സ് ആണ് ക്രൂഡ് ഓയിൽ വെക്കുന്നത്. ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ 1 മിനിറ്റ്. അപ്പോൾ ഇതിനകത്ത് ക്രൂഡിൽ എപ്പോഴും നമുക്ക് 15 മിനിറ്റാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രേഡ് കിട്ടുന്നത്. പക്ഷേ 5 മിനിറ്റ്സ് ആണ് ചെറിയ ട്രേഡുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെല്ല് വന്ന സമയത്ത് നമുക്ക് കൺഫർമേഷൻ, അതായത് സിഗ്നൽ വന്നാൽ കൺഫേം ചെക്ക് ചെയ്യണം. ഇതിനകത്ത് താഴത്തെ കൺഫർമേഷൻ ബാർ നമുക്ക് റെഡ് വരണം. അതായത് ഇപ്പോൾ ഇവിടെ സെല്ല് വന്ന സമയത്ത് ഇവിടെ റെഡ് വന്നതും താഴെ റെഡ് വന്നതും സപ്പോർട്ട്, സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്, ഇത് നല്ല ലെങ്ത് ആയിട്ടുള്ള സപ്പോർട്ടാണ്. സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിറങ്ങി ഇവിടുന്നാണ് ഇവിടെ ട്രേഡ് പോകുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കും. മാർക്കറ്റ് ഇറങ്ങി ഇത്രയും വരെ കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടത്. അപ്പോൾ ഇനി ഇറങ്ങുമോ ഇല്ലയോ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് ഇനി അടുത്ത ട്രേഡ് എവിടെ നിന്ന് കിട്ടണമെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ബാക്ക് ട്രേഡ് നോക്കി. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് ചെറിയൊരു അപ് ട്രെൻഡിലേക്ക് കയറി. പക്ഷെ ഒരു ബൈ തന്നിട്ടില്ല. ബൈ തരാത്ത സ്ഥിതിക്ക് നമുക്ക് അവിടെ തിരിച്ച് പിന്നെ ഇറങ്ങും. ബൈ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ക്യാൻഡിൽ കളർ ഗ്രീൻ ആയിരുന്നു. ഈ ലൈൻ മാത്രം ഗ്രീൻ ആവുന്ന ഒരു അപ് ട്രെൻഡ് അല്ല, പുൾ ബാക്ക് ആണ്. അവിടെ നിന്ന് തിരിച്ച് പിന്നെ ഇറങ്ങും. അപ്പോൾ ഇവിടെ പിന്നെയും നമുക്ക് ഈ രണ്ടാമത്തെ ക്യാൻഡിൽ പിന്നെ ട്രേഡ് പിടിക്കാം. അവിടുന്ന് രണ്ടാമത് നമുക്ക് 6.332 നമുക്ക് പിന്നെ ഇറങ്ങി. ഇപ്പം 6.2891 ആണ് നമുക്ക് നടക്കുന്നത്. ഇപ്പോൾ 6.332 നമുക്ക് ഇറങ്ങി നല്ലൊരു ട്രേഡ്. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് 70 പോയിന്റുള്ള നമ്മൾ മാർക്കറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങിയിരിക്കുകയാണ്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വെക്കേണ്ട 1 മിനിറ്റ് ആണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് ബൈ ട്രേഡ് തന്നെയായിരുന്നു. മാർക്കറ്റ് ഒരുപാട് ഇറങ്ങിയിട്ടില്ല. പക്ഷെ രാവിലെ ഒരു മോർണിംഗിൽ ഗ്യാപ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഡൗൺ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ബൈ ട്രേഡ് തന്നെയായിരുന്നു. പക്ഷേ നിഫ്റ്റിയിൽ നേരെ തിരിച്ചായിരുന്നു. നിഫ്റ്റിയിൽ നമുക്ക് ബൈ തന്നെയാണ് പോരുന്നത്. നിഫ്റ്റിയിൽ ഒരു ഇറക്കം സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിഫ്റ്റി നമുക്ക് 1 സൈഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു. ചെറുതായിട്ട് ഇറങ്ങാൻ നോക്കി, പക്ഷെ നല്ലൊരു ഇറക്കമല്ലായിരുന്നു. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, നിഫ്റ്റിയിൽ ബൈ തന്നെ കണ്ടിന്യൂഷൻ പോകുമായിരുന്നു. നല്ലൊരു അപ് ട്രെൻഡാണ് നമുക്ക് നിഫ്റ്റി കിട്ടിയത്. രാവിലെ മോർണിംഗിലും ഉണ്ടായിരുന്നു. ഇപ്പം ക്ലോസിംഗ് ലെവൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ട്രേഡ് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ക്ലോസിംഗ് ലെവലിൽ സെല്ലും കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പം ഒരു ബൈയും കിട്ടി. ബൈ വന്നത് ഇപ്പം 2 ശേഷം വന്ന ബൈ ആണിത്. ആ ബൈയുടെ എൻട്രി പോയിന്റും ടാർഗറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കൺഫർമേഷൻ ഓൾറെഡി സിഗ്നൽ വന്ന സമയത്ത് താഴെ കൺഫർമേഷൻ ആയിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ക്യാൻഡിൽ അവിടെ നേരെ കയറി നമുക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. 3 ടാർഗറ്റ് നമുക്ക് അടിച്ചിട്ടുണ്ട്. നോക്കുക, സെല്ലും അതുപോലെ തന്നെ സിഗ്നൽ വന്ന് സപ്പോർട്ട് ഇവിടെ സ്ട്രോങ് ആയിട്ട്, ഇപ്പോൾ ഇവിടെ കയറി എടുക്കേണ്ട, ഇവിടെ സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല രീതിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽ വന്ന ആ സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ ലെവലും കൂടെ നോക്കുക. സപ്പോർട്ട് ലെവൽ നമുക്ക് സ്ട്രോങ് ആണെങ്കിൽ നല്ലൊരു ട്രേഡ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യണോ, നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്യണോ. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആ സപ്പോർട്ടിൻ്റെ ലെവലും നമുക്ക് അതേപോലെ കൺഫർമേഷൻ എത്ര സമയത്തിനുള്ളിൽ കിട്ടുന്നു, കൺഫർമേഷൻ പെട്ടെന്ന് കിട്ടുന്നതൊക്കെ നല്ല ട്രേഡ് ആയിരിക്കും. ലേറ്റ് കൺഫർമേഷൻ കുറച്ചിറങ്ങി ഹൈക്കിലടിച്ചിട്ടാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ അതുപോലത്തെ ട്രേഡ് പിക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് വന്ന 5 മിനിറ്റ്സിൽ അതുപോലത്തെ ട്രേഡാണ്. ഇപ്പോൾ ഇന്ന് വന്ന് നോക്കുകയാണെങ്കിൽ ഗ്യാപ് ഡൗണിൽ ഇറങ്ങി തിരിച്ച് ബൈ കയറി. കയറിയതിന് ശേഷം ചെറുതായിട്ട് പിന്നെ ഇറങ്ങി പിന്നെയും കയറി. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു അപ് ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെല്ല് നമുക്ക് 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ഹൈക്ക് ഡൗൺ ആയിരുന്നു. അവിടുന്ന് കൺഫർമേഷൻ കിട്ടി വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് റിവേഴ്സ് പോയി. അപ്പം അങ്ങനത്തെ ട്രേഡുകൾ അവോയ്ഡ് ചെയ്യാം. അതൊക്കെ സ്കാൽപ്പിങ്ങേ പിടിക്കാൻ പറ്റില്ല. നമുക്ക് ആ കൺഫർമേഷൻ പെട്ടെന്ന് പറയണം. കൺഫർമേഷൻ വന്ന് കുറച്ചുകൂടെ ഹൈക്ക് അടിച്ചല്ലേ താട്ടിറങ്ങിയിട്ടൊക്കെയാണ് കൺഫേം ആവുന്നെങ്കിൽ ആ സപ്പോർട്ട് ലെവലും കൂടെ നോക്കിയാൽ നമുക്കത് എടുക്കണോ, അത് ഷോർട്ടിൽ കട്ട് ചെയ്യണോ, കുറച്ചുകൂടെ ലോങ് അടിക്കണോ എന്നൊക്കെ നോക്കിയാൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ.